കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന് കുടുംബം ആരോപിക്കുകയാണ്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം ഐസിയുവിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പേരാമ്പ്ര സ്വദേശി രജനിയാണ് മരിച്ചത്. സംഭവത്തിൽ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി ഇടപെട്ടിരുന്നു. അപ്പോൾ ഈ വാർത്തയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. കാരണം ശരീരവേദനയ്ക്ക് ചികിത്സയ്ക്ക് എത്തുന്നു, പക്ഷെ മാനസിക രോഗത്തിനുള്ള മരുന്ന് നൽകുന്നു. അപ്പോൾ എങ്ങനെ ഈ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി? സംഭവിക്കാൻ പാടില്ലാത്തത്, കാരണം ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്ന പിഴവ് ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെ. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. എപ്പോഴായിരുന്നു സംഭവം? ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ബന്ധുക്കളുടെ നിലപാട് എന്താണ്? അവരിങ്ങനൊരു ആരോപണം വെറുതെ ഉന്നയിക്കില്ലല്ലോ. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വീണ, നമുക്കറിയാം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്തരിയല്ല, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരാതികളല്ല. ഈ അനാസ്ഥയും കെടുകാര്യസ്ഥതയും ഒക്കെ ഇങ്ങനെ നിരന്തരം നടക്കുകയാണ്. ഇതിലൊക്കെ ആരോഗ്യമന്ത്രി ഒരു റിപ്പോർട്ട് തേടി കാര്യങ്ങൾ ഒതുക്കുകയാണ് എന്നൊരു സംശയവും നിഴലിക്കുന്നുണ്ട്. കാരണം കൃത്യമായ നടപടികൾ അതത് സമയങ്ങളിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറയ്ക്കാമായിരുന്നു. ഒരു ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. വീണ, നമുക്കെന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതിയാണ് മരിച്ചത്. ചികിത്സാ പിഴവെന്നാണ് നിലവിൽ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. കാരണം ശരീരവേദനയ്ക്ക് എത്തിയ ഈ യുവതിക്ക് നൽകിയ മരുന്ന് മാനസികാസ്വാസ്ഥ്യത്തിനുള്ളതായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കൂട്ടാളി സ്വദേശിയായിട്ടുള്ള രജനി ചികിത്സ തേടുന്നത് 4-ാം തീയതി ആശുപത്രിയിൽ എത്തിയെങ്കിലും അവരെ മടക്കി അയച്ചു. പിന്നീട് വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രജനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രജനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ആശുപത്രിയിലെ രജനിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഡോക്ടർ പറഞ്ഞത് രജനിക്ക് മാനസിക രോഗമാണെന്നും പിന്നീട് അതിനെ തുടർന്ന് അതിനുമായി ബന്ധപ്പെട്ട ചികിത്സയായിരുന്നു രജനിക്ക് നൽകിയത്. പിന്നീടാണ് ഈ ചികിത്സ കൂടി ലഭിച്ചതോടുകൂടിയാണ് രജനിയുടെ ശാരീരികാവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയത്. അന്നു മുതൽ തന്നെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണമാണ്, അതായത് മാനസിക രോഗിയല്ലാത്ത രജനിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സ നൽകി എന്നത്. എന്നാൽ ഇന്ന് രാവിലെ 2:30 ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. രജനിയുടെ കുടുംബം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? എന്താണ് ഇതിന് യഥാർത്ഥ ചിത്രം എന്ന് നമുക്ക് അവരോട് ചോദിക്കണം. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം 4-ാം തീയതിയാണ് രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അന്നേ ദിവസം തന്നെ നാവിന് തരിപ്പും കാലിന് വേദനയായിട്ടാണ് രോഗി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ അവർ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരൊക്കെ കണ്ടു. അന്നേ ദിവസം തന്നെ വീട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന കുടുംബത്തിന്റെ ആരോപണം. നമുക്ക് ആ പ്രതികരണത്തിലേക്ക്